Good morning, everyone. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Yeah, morning. Good Okay, morning, ma'am. start ചെയ്യാം നമുക്ക്. Yeah, morning. Okay, yeah, start with prayer, son of the day, and signing. ഞാനാണ് മാം ചൊല്ലിക്കോട്ടെ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേ കർമ്മഭൂമി തളിരിടും വർണ്ണേകിയും ഇന്നു വാട്ടുണ്ടാം ഞങ്ങൾ പാടുവീർത്തനം ചോടുവയ്ക്കുമീ സ്വർഗമാതലേ അമൃതമാകണേ Okay, and then Thought of today. Good morning, ma'am. Good morning, friends. I'm from Trivandrum, Sangeeta. If you can change your mind, you can change your life. By William James. Thank you. Ma'am, ഞാൻ പുറത്താണ് ബാങ്ക് നിൽക്കുവാണ് അതുകൊണ്ടാണ്. Okay, ma'am. okay, Sangeeta. And signing. സൈനിൻ ഒരു റഷ്യൻ നാടോടി കഥയാണേ. ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ കരയാണ്. എന്റെ അമ്മയെ കാണാനില്ല. അവനിങ്ങനെ പാടവരമ്പത്ത് കിടന്നുറങ്ങുന്ന സമയത്താണ് അത് മാത്രം അമ്മേന്റെ കൂടെ ഉള്ളത് അവന് ഓർമ്മയുണ്ട്. പെട്ടെന്ന് അമ്മയെ കാണാനില്ല. അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ ചുറ്റും കൂടി മോനെ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. എന്റെ അമ്മയെ കാണാനില്ല. അപ്പൊ അവര് ചോദിച്ചു അമ്മ എങ്ങനെയാണ്? അപ്പോ ആ കുട്ടി പറയാണ് അമ്മേനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അവര് പറയുമ്പോ ആ കൊച്ചുകുട്ടി പറയാണ് എന്റെ അമ്മ ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീയാണ്. നല്ല ഭംഗിയാണ് എന്റെ അമ്മയെ കാണാൻ. അപ്പൊ അവര് അത് മനസ്സിലാക്കി അന്വേഷിച്ചു തുടങ്ങി. അന്വേഷിക്കാൻ പോയ ആർക്കും അവരെ കണ്ടെത്താനായില്ല. വൈകുന്നേരമായപ്പോ ഒരു സ്ത്രീ പാടവരമ്പത്തൂടെ ഓടി വന്ന് ഈ പയ്യനെ കെട്ടിപ്പിടിക്കുമ്പോ അമ്മ വന്നു എന്ന് പറഞ്ഞ് ആ കുട്ടി ഉറക്കെ വിളിച്ചു പറയാണ്. അത് കേട്ട് അടുത്തുള്ള ആൾക്കാരൊക്കെ ഈ സ്ത്രീയെ നോക്കി. പെട്ടെന്ന് അവരൊന്ന് ഞെട്ടിപ്പോയി. കാരണം വളരെ വിരൂപയായ ഒരു സ്ത്രീയാണ്. അപ്പം ഈ കുട്ടി പറഞ്ഞ പോലെ ഒന്നുള്ള ഒരാളല്ല അത്. അപ്പൊ ഒരാളുടെ സൗന്ദര്യ സങ്കല്പത്തിൽ ഒന്നും പെടാത്തൊരു സ്ത്രീ. പക്ഷെ ഈ കുട്ടി പറയുന്നു എന്റെ അമ്മ ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീയാണ് എന്ന്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അയാൾ അവശേഷിപ്പിക്കുന്ന നന്മയാണ്, അല്ലെങ്കിൽ അയാളെ സ്നേഹിക്കുന്ന രീതിയാണ്. അത്രേ ഉള്ളൂ. Okay, yeah. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? Yes, ma'am. സുഖാണ്. ഓക്കെ, എല്ലാവരും പ്രസന്റ് ആണോ? ടോപ്പിക് പ്രസന്റേഷൻ ഉണ്ട്. പ്രസന്റ് ആണോ എല്ലാവരും? ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി. പ്രസന്റ് ആണ്. ഓക്കെ ആണല്ലോ? ഏതൊക്കെയായിരുന്നു നമുക്ക് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റും പിന്നെ ഏതായിരുന്നു പറയൂ? Explanations. Explanation ഉണ്ട്. Yeah. Group number 1 and group number 4. For a present? Yeah. അപ്പോ ഫസ്റ്റ് group number 1 ആരൊക്കെയാണ്? ജ്യോതി, സലീന, സാഗ. എല്ലാവരും ഉണ്ടോ? ജ്യോതി, സലീന ആണോ? സാഗർ,
ഇല്ല. ഒരാളെ മിസ്സിംഗ് ആണല്ലോ. ഉണ്ട് മാം, ഞാനുണ്ട്. ആ ഉണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്റെ പോർഷൻ റിപ്പോർട്ടിംഗ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആദ്യം ഡയറക്റ്റ് സ്പീച്ച് ആണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇപ്പൊ ഞാനൊരു കാര്യം പറയുമ്പോൾ ഇപ്പൊ മിസ്സിനോട് ഞാനൊരു കാര്യം പറയുന്നു, അപ്പൊ അത് ഡയറക്റ്റ് സ്പീച്ച്. മിസ് അത് വേറൊരാളോട് പറയുമ്പോഴാണ് അത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിട്ട്, ഞാൻ പറഞ്ഞ കാര്യം മാം വേറൊരാളോട് പറയുമ്പോഴാണ് അത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് മാറുന്നത്. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാനായിട്ട് കുറച്ച് ചേഞ്ചസ് ആവശ്യം ഉണ്ട്. അത് ഒന്നാമത് റിപ്പോർട്ടിംഗ് വെർബിൽ വരുന്ന ചേഞ്ച്, പിന്നെ പ്രോനൗൺസിലും പിന്നെ വെർബിലും വരുന്ന ചേഞ്ച്. ഇപ്പോൾ സെഡ് എന്ന റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ സെഡ് അല്ലെങ്കിൽ ടോൾഡ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്, ശ്രുതി സെഡ് ഐ ഹാവൻ പോസ്റ്റഡ് ദ ലെറ്റർ. അപ്പോൾ നമ്മളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ശ്രുതി സെഡ് ദാറ്റ് എന്ന ഒരു കണക്ഷൻ വേർഡും കൂടി ചേർക്കണം. ദാറ്റ് ഷീ ഹാഡ് ഇൻ പോസ്റ്റ് ദ ലെറ്റർ. ഹാവിൻ്റെ പ്രസന്റ് ആയതുകൊണ്ട് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ ഹാഡിൻ്റെ യൂസ് ചെയ്യണം. പിന്നെ ഇത് കൂടാതെ വേറെ കുറെ റിപ്പോർട്ടിംഗ് വെർബ്സും കൂടെ ഉണ്ട്. ഡിക്ലെയർ, അഫേം, അസേർട്ട്, പ്രൊട്ടസ്റ്റ്, റിപ്ലൈ, ആഡ്, അഷ്വർ, റിമാർക്ക്, ഇൻസിസ്റ്റ്, പ്രോമിസ്, മെൻഷൻ, എക്സ്പ്ലെയിൻ, കൺഫസ്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയാം. ഹീ സെഡ് രമേശ് ഈസ് റൈറ്റിംഗ് ലെറ്റർ. നമ്മളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഹീ സെഡ് ടു എന്നുള്ളത് ടോൾഡ് ആയിട്ട് മാറും. ഹീ ടോൾഡ് രമേശ് ദാറ്റ് രമേശ് വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നിങ്ങൾ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ, അത് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, അതുപോലെ സ്റ്റേറ്റ്മെന്റിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ഒക്കെ ആണെങ്കിൽ അതിന് ചേഞ്ചസ് ഒന്നും വരത്തില്ല. ഇപ്പൊ എർത്ത് മൂവ്സ് അറൌണ്ട് ദി സൺ എന്നുള്ളത് അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആയതുകൊണ്ട് നമ്മൾ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അതിന് ചേഞ്ചസ് ഒന്നും വരത്തില്ല. അതേ ടെൻസ് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ മാം. ഓക്കെ. Okay, ma'am. Good morning, ma'am. Good morning, everyone. Today I am going to the lesson direct speech and indirect speech in reporting statement. Direct speech and indirect speech are two ways to report what someone has said. Direct speech quotes the speaker's exact words, while indirect speech reports what they said without using the exact word, converting between pronouns, verb tense and time, place, expressions. ഒരാൾ പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള രണ്ട് വഴികളാണ് ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും. സംസാരിക്കുമ്പോൾ കൃത്യമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നതാണ് ഡയറക്റ്റ് സ്പീച്ച്. കൃത്യമായി വാക്കുകൾ ഉപയോഗിക്കാതെ അവർ പറഞ്ഞ കാര്യം മറ്റുള്ള ഒരാളോട് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. അതായത് ഇവ രണ്ടും പരിവർത്തനം ചെയ്യുന്നതാണ് സർവനാമങ്ങൾ, ക്രിയ, കാലങ്ങൾ, സമയം, സ്ഥലം, പദപ്രയോഗങ്ങൾ എന്നിവയിലുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ, he said I will come tomorrow. അവൻ പറഞ്ഞു നാളെ വരുമെന്ന്. ഇത് മറ്റൊരാളോട് പോയി പറയുന്നതിനാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. അത് മറ്റുള്ളവരോട് പറയുമ്പോൾ അത് എങ്ങനെ മാറുന്നു വെച്ചാൽ he said he would come tomorrow എന്ന് മാറും. he said അവൻ പറഞ്ഞു
the day he would come tomorrow. I will എന്ന് പറയുന്നത് അവിടെ വുഡ് ആയിട്ട് മാറും. അപ്പോ he would come tomorrow എന്നാണ് അത് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറുന്നതാണ്. അപ്പോ അത് വുഡ് കം ടുമാറോ എന്ന് മാറും. മനസ്സിലാവട്ടോ എന്ന് പറിച്ചിട്ട് പറയാനും കഴിയുന്നില്ല, സോറി മാം. പിന്നെ മനസ്സിലാവും. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എവിടെയാണ് എഴുതി വെച്ചത്? പറയാം മാം. അതായത് അവൻ പറഞ്ഞു ഇറ്റ് ഈസ് ബ്രോക്കൺ, അത് പൊട്ടിയതാണെന്ന് അവൻ പറഞ്ഞു. അപ്പൊ അത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് വരുമ്പോ മോം സെഡ് he said that it was broken എന്ന് വരും. ഇറ്റ് ഈസ് ബ്രോക്കൺ എന്ന് പറയുന്നത് അത് പാസ്റ്റ് ടെൻസിൽ പോകുന്നത് കാരണം അത് ദാറ്റ് ഇറ്റ് വാസ് ബ്രോക്കൺ എന്നായിട്ട് മാറും. അതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് മാറുമ്പോൾ ഈസ് എന്നുള്ളത് വാസ് ആയിട്ട് മാറും. അതായത് ദാറ്റ് ഇറ്റ് വാസ് ബ്രോക്കൺ എന്ന് മാറും. ഇനി ഉദാഹരണം പറയണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിൽ അത് ഹി വാസ് വിക്കി ടോൾഡ് ഇല്ലല്ല ഞാൻ പറയാം ഐ ആം ടയേർഡ് എന്നുള്ളത് ഡയറക്റ്റ് സ്പീച്ചാണ്. അത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് മാറുമ്പോൾ ഹി വാസ് ടയേർഡ്, അതായത് ഞാൻ എന്റെ കാര്യം മറ്റൊരാളോട് പറയുമ്പോൾ അതായത് ഷീ വാസ് ടയേർഡ് എന്ന് മാറും. ഇപ്പൊ ഞാൻ ഐ ആം ടയേർഡ് എന്ന് പറയുമ്പോൾ ഞാൻ ടയേർഡ് ആണെന്നുള്ള കാര്യം മറ്റൊരാളോട് പറയുമ്പോൾ അവൾ പറഞ്ഞു ഷീ വാസ് ടയേർഡ്, അത് വന്ന് വാസ് എന്ന് മാറും. അതായത് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസ് പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറുകയാണ് ഇവിടെ. ഇതാണ് ഡയറക്റ്റ് സ്പീച്ച്. മനസ്സിലായ ആരെങ്കിലും ഡൗട്ട് ചോദിച്ചു? ആരെങ്കിലും മനസ്സിലായില്ല എന്ന് പറഞ്ഞതിന് വിഷമിക്കരുത് കേട്ടോ, രണ്ടുപേരും. ഓക്കെ, ഇത്രയും നല്ല ക്ലാസ് ആയിരുന്നു. എന്താ അതിന്റെ ഒരു ടെൻഷനാണ് നിങ്ങൾക്ക്? ഇതിനാണ് ടെൻഷൻ അടിക്കുന്നേ. ഇത് ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായോ? റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായോ? ജ്യോതി ആൻഡ് സാഗ, ഈ ടോപ്പിക് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇല്ല, മറ്റുള്ളവർ പറയട്ടെ മാം. സാഗ പഠിച്ചത് ബാക്കി പറയും. ഓക്കെ, അപ്പൊ ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്തൊക്കെയോ ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഞാൻ പറയാട്ടോ, കുറച്ച് ഞാൻ പറയാം. ഇനി റെസ്റ്റ് എടുത്തോളൂ രണ്ടുപേരും. ഓക്കെ, ഡയറക്റ്റ് ആൻഡ് സ്പീച്ച്. നമുക്ക് ഇതില് ടെൻസിന് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കൂ കേട്ടോ. നോട്ട്ബുക്ക് എടുക്കാം, സെറ്റിംഗ് കൊടുക്കുക, ഡയറക്റ്റ് ആൻഡ് സ്പീച്ച്. അതില് ഡയറക്റ്റ് സ്പീച്ച് ഇതേപോലെ ടേബിൾ ചെയ്യാം. ഓക്കെ, ടേബിൾ വരയ്ക്കാം. ടേബിൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഡയറക്റ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, രണ്ടും എഴുതാം. ഇതില് നമുക്ക് ടെൻസ് എന്ത് സെന്റൻസ് പറയുമ്പോഴും ടെൻസ് ഉണ്ടല്ലോ അല്ലെ? ഇപ്പോ ഐ ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? ആൻഡ് ഷീസ് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ടെൻസ് വെച്ചിട്ടാണ് പറയാറ് അല്ലെ? അപ്പോ ഇത് എങ്ങനെ നമ്മൾ പറയുന്ന ടെൻസ് സ്പീച്ചിൽ ഏത് ടെൻസ് ആണ്, അത് ഇന്റേർവലിലേക്ക് വരുമ്പോൾ എന്താണ് മാറ്റം വരുന്നത്, ടെൻസിൽ മാറ്റം വരുന്നുണ്ടോ എന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെ അറിയുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അത് പഠിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഏതാ ഫസ്റ്റ് സ്പീച്ചിലോ സിമ്പിൾ പ്രസന്റ് ടെൻസ് ചേഞ്ച് ഇൻടു സിമ്പിൾ പാസ്റ്റിലേക്കാണ് മാറാം.
സിമ്പിൾ പ്രസന്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുന്നു. നോട്ടിൽ സ്ക്രീനിൽ കാണുന്ന നോട്ടിൽ പാസ്റ്റ് എഴുതണ്ടേ അതോ അവിടെ എന്തോ സിമ്പിൾ പ്രസന്റ് ടെൻസ് ടു പാസ്റ്റ് ടെൻസ് ആണ് ഈ ഒരു കോളത്തിൽ തന്നെയാണ് എഴുതണ്ടേ? ഇല്ല. ഫസ്റ്റ് ഡയറക്റ്റ് സ്പീച്ച് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇതേപോലെ തന്നെ ചെയ്യും കേട്ടോ. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ടേബിൾ വെച്ച് ചെയ്യാം. എക്സാമ്പിൾ ഒന്നും എഴുതണ്ട, ജസ്റ്റ് ടെൻസ് മാത്രം എഴുതിയിരിക്കാം. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇന്റർലേക്ക് വരുമ്പോ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും. എക്സാമ്പിൾ എഴുതിക്കോളൂ കേട്ടോ. ഡയറക്റ്റ് സ്പീച്ചില് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ താഴെയായിട്ട് എക്സാമ്പിൾ എഴുതാം. The boy said, ഇങ്ങനെ എഴുതിക്കോളൂ. The boy said, I like ice cream. The boy said, I like ice cream. സിമ്പിൾ പ്രസന്റ് ടെൻസില് ഡയറക്റ്റ് സ്പീച്ചില് സിമ്പിൾ പ്രസന്റ് ടെൻസില് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. The boy said, I like ice cream. ഓക്കെ, ഇനി നമുക്കിതിനെ ഇന്റർ സ്പീച്ചിലേക്ക് മാറ്റണം അല്ലെ? എങ്ങനെയാ മാറ്റാം? ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, എങ്ങനെയാ മാറ്റാം? He said he likes ice cream. likes ice cream. ഇതാണ് വരാം. ടെൻസ് വെച്ച് നോക്കി നിങ്ങള് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്കാണ് മാറാം. അപ്പൊ എങ്ങനെ വരും? ലൈക്ഡ് എന്ന് വരുമോ മാം? അപ്പൊ എങ്ങനെയാ വരാം? He said that. ഒരു that വേണം കേട്ടോ. He said that. The boy said that എന്ന് എഴുതി. No. He said that. He said that. The boy said that. Sorry. The boy said that. The boy said that. എന്ത് വരും? He Liked ice cream. Yeah, he liked ice cream. Simple present. അവൻ പറഞ്ഞു എന്നല്ലേ വരുള്ളൂ മാം. അപ്പൊ ഹീ സെഡ് ദാറ്റ് എന്ന് മാത്രമല്ലേ വരുള്ളൂ. അവൻ പറഞ്ഞു എന്നല്ലേ വരുള്ളൂ. അവൻ പറഞ്ഞു. അവൻ എന്താ പറഞ്ഞേ? അപ്പൊ അവിടെ ബോയ് വരുമല്ലോ. ഹീ സെഡ് ദാറ്റ് എന്ന് മാത്രമല്ലേ വരുള്ളൂ. He said that. നമ്മുടെ I എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ടല്ലോ അല്ലെ? I like ice cream എന്നാ പറയുന്നത്. അപ്പൊ I എന്തായാലും മാറണം, ബോയ് ആയതുകൊണ്ട് he ആയിട്ട് വരണം. ഓക്കെ. അപ്പൊ the boy said that he എന്ത് വരും? Like ice cream. He liked ice cream ആണ്. ലൈക്ക്ഡ് ആണ്, മാറിപ്പോവരുത്. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും. പാസ്റ്റിൽ വരുമ്പോൾ സബ്ജക്ട് പ്ലസ് V2 ആണ്. ഓക്കെ, വെർബിന്റെ സെക്കൻഡ് ഫോം എഴുതണം. ലൈക്കിന്റെ സെക്കൻഡ് ഫോം ലൈക്ക്ഡ് ആണ്, സോ ലൈക്ക്ഡ് ആയിരുന്നു. The boy said that he liked ice cream. Okay, clear? Word example എഴുതാം. The girl said, I write a letter. എങ്ങനെ വരും? The girl said that he wrote a letter. He wrote a letter. Yeah, the girl said that she wrote a letter. The girl said that she wrote a letter. ഇവിടെ മാറ്റം വരുന്നത് സബ്ജക്റ്റും വെർബിനും ചേഞ്ച് വരുന്നുണ്ട് അല്ലെ? ഐ എന്നുള്ളത് ആരാണോ
ഗേൾ ആണോ ഫീമെയിൽ ആണോ അത് നോക്കിയിട്ട് ഷീ ഓർ ഹി ആഡ് ചെയ്യുന്നു. ദെൻ verb എന്താണ് V1 നിന്ന് V2 ലേക്കാണ് മാറുക. ഇതാണ് സിമ്പിൾ പ്രസന്റിൽ വരുന്ന മാറ്റം. സിമ്പിൾ പ്രസന്റ് ചേഞ്ച് ഇൻടു സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഈ ടെൻസ് എങ്ങോട്ടേക്കാണ് മാറുന്നതെന്ന് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് എങ്ങോട്ടേക്ക് മാറാം? പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നു. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ചേഞ്ച് ഇൻടു പാസ്റ്റ് കണ്ടിന്യൂസ്. Meera said, "I'm reading a book." Meera said, "I'm reading a book." India സ്പെഷ്യലേക്ക് ഒന്ന് മാറ്റി. എങ്ങനെയാ വരാപ്പോ? Meera said that she was reading a book. Meera said that she was reading a book. I എന്നുള്ളത് she ആയി പാസ്റ്റിലേക്ക് പോയത് കൊണ്ട് നമുക്ക് വേണ്ടത് പാസ്റ്റ് ഓക്സിലറി ആയ was ആണ്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ was യൂസ് ചെയ്യുന്നു. Meera said that she was reading a book. Okay, next present perfect change into past perfect. Yeah, Julie, good morning. അപ്പോ എക്സാമ്പിൾ എഴുതാം കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റിന്റെ അവിടെ എക്സാമ്പിൾ എഴുതാം. The boy said that, sorry, the boy said, "I have returned a letter." The boy said, "I have returned a letter." The boy said, "I have returned a letter." ചേഞ്ച് ചെയ്യൂ കേട്ടോ. ഇന്ത്യ സ്പീച്ചിലേക്ക് മാറ്റാം. എങ്ങനെയാ വരാത്? The boy said, "I have returned a letter." എങ്ങനെ വരും? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറാം. Told വരും. Set മാറി. സെറ്റ് മാറി ടോൾഡ് വരാം. പക്ഷെ സെറ്റ് തന്നെ മതി കേട്ടോ. സെറ്റ് മതി, വേറെ ഒന്നും ചിന്തിക്കണ്ട. സെറ്റ് മതി. എങ്ങനെ വരും? The boy said, "I have returned a letter." The boy said that he had wrote a letter. He was. Boy said that he had written letter. Written തന്നെയല്ലേ വരുന്നത്? മാറോ? റിട്ടേൺ തന്നെയാണ് കേട്ടോ. V3 ഫോം ആണ്. മറക്കരുത്, ടെൻസ് മറക്കാൻ പാടില്ല. V3 ഫോം ആണ് വരാ. ഹാവ്, ഹാസ്, ഹാഡ് ഇതിനൊക്കെ ശേഷം വരേണ്ട വേർബ് തേർഡ് ഫോം ആയിരിക്കണം. മറക്കാൻ പാടില്ല കേട്ടോ. ഒരു വേർബ് മറിക്കുക. അപ്പോ the boy said that he had returned a letter. ഇവിടെ വ്യത്യാസം സബ്ജക്റ്റിനും ഓക്സിലറി ആണ്. ഹീയും ഹാഡും ആകുന്നു. അതാണ് വ്യത്യാസം വരാട്ടോ. The boy said that. That's വേണം കേട്ടോ. The boy said that. അവൻ പറഞ്ഞു, അവൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയണം. So the boy said that he had returned a letter. Okay. Next, present perfect continuous. Present perfect continuous change into past perfect continuous. അതായത് പ്രസന്റ് ടെൻസ് എല്ലാനും പാസ്റ്റിലേക്കാണ് മാറുക. സിമ്പിൾ ആണ്. പ്രസന്റും
പാസ്റ്റ് ഒക്കെ ഏകദേശം നമുക്ക് സിമ്പിൾ ആണ്. നമുക്ക് അങ്ങോട്ട് വരുന്ന കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പൊ പ്രസന്റ് ടെൻസ് എല്ലാം പാസ്റ്റിലേക്കാണ് കേട്ടോ മാറാ. എക്സാമ്പിൾ എഴുതാം. She said, I have been learning English. She said, I have been learning English. She said, I have been learning English. എന്താ മാറ്റം വരാം? ചേഞ്ച് ചെയ്യൂ കേട്ടോ. ഇതാ സ്പീച്ച് ഏതാണ് പറയൂ. She said that she had been learning English. She said that she had been learning English. അവിടെ ഐ ഷീ ആകുന്നു, ഹാവ് എന്താണ് ഹാഡ് ആകുന്നു പാസ്റ്റ് ആയതുകൊണ്ട്. വേറെ വ്യത്യാസങ്ങളൊന്നും അവിടെ വരുന്നില്ല കേട്ടോ. She said that she had been learning English. ക്ലിയർ? അപ്പൊ പ്രസന്റ് ടെൻസ് ക്ലിയർ ആണല്ലോ, മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യേണ്ടത്. ഏത് ടെൻസ് എങ്ങോട്ടേക്ക് മാറുന്നു എന്ന് മാത്രം പഠിക്കുക. ഓക്കെ, ഇപ്പൊ പ്രസന്റ് ടെൻസ് ഓക്കെ ആണല്ലോ. നോട്ട്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് എക്സസൈസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. പ്രസന്റ് കഴിഞ്ഞു, ഇനി പാസ്റ്റ് ടെൻസ് ആണ്. സോ സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ഏതാ? സിമ്പിൾ പാസ്റ്റ് changed into past perfect. Example ഏതാ? He said, I wrote a letter. He said, I wrote a letter. He said, I wrote a letter. അത് past perfect ലേക്കാണ് മാറാ കേട്ടോ. എന്ത് വരും? അറിയൂ? He said that he written a letter. That she had written a letter. He said that he had written a letter. He said that he had written a letter. ടെൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം എളുപ്പമാണ്. ഓക്കെ, പറഞ്ഞു ടെൻസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് example ഏതാ? He said, I was teaching English. He said, I was teaching English. Past continuous എങ്ങോട്ട് മാറുന്നു? Past perfect continuous ലേക്കാണ്. എങ്ങനെ വരാം പറയൂ? She said that, he said that he has been teaching English. Had been വരും. Had been വരും. Perfect continuous ആണ്. Had been വരും. He said that he had been teaching English. Okay. ഇനി നെക്സ്റ്റ് past perfect. Example ഏതാ? He
said, I have finished my homework. He said, I have finished my homework. Past perfect tense ina ഇന്ത്യയിലേക്ക് മാറ്റുമ്പോ ടെൻസിൽ ഒരു വ്യത്യാസവും ഒന്നുമില്ല കേട്ടോ, ഇങ്ങോട്ടേക്ക് മാറില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് സബ്ജക്റ്റ് ഈ ഐ ഇതൊക്കെ എന്തൊക്കെയാണ് അത് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അല്ലാതെ സെന്റൻസിൽ ഒന്നും മാറ്റം വരും, ടെൻസിൽ മാറ്റം വരുന്നില്ല. മനസ്സിലായോ? ഇവിടെ എന്ത് വരും? He said that he had finished his homework. Okay. ഞാൻ തന്ന എക്സാമ്പിൾ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഐ ഹാവ് അല്ല, ഐ ഹാഡ് ആണ് വരാം. ഫാസ്റ്റ് അല്ലേ, ഹാഡ് ആണ് കേട്ടോ, മിസ്റ്റേക്ക് ആണ്. കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കാൻ നിങ്ങൾ. He said I had finished my homework. ഹാവ് അല്ല, ഹാഡ് ആണ്. ഓക്കെ, അപ്പോ ഇന്റർനെറ്റ് വരുമ്പോ എന്തായിട്ട് വരാം? He said that He had finished his homework. Yeah, his homework. He said that he had finished his homework. Yeah. ഇനി past perfect continuous ഇതുപോലെ തന്നെ സെയിം തന്നെയാണ്, ടെൻസിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, എക്സാമ്പിൾ ഇപ്പോഴും she said she said I had been learning. She said I had been learning. എന്തായിരിക്കും വരാം? സ്പീച്ച് had been learning. മാം ഇപ്പൊ പറഞ്ഞത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ അല്ലേ നോ ചേഞ്ച് വന്നത്? She said that she had been learning. She said that she had been learning. Yeah, said that she had been learning. ഇത്രയേ ഉള്ളൂ. പ്രസന്റും പാസ്റ്റും കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇപ്പൊ പറഞ്ഞത് പാസ്റ്റ് പെർഫെക്റ്റ് ആണോ? ഏതായിരുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഹാഡ് ബീൻ അല്ലേ, കണ്ടിന്യൂസ് ആണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ നേരത്തെ പറഞ്ഞതോ? എനിക്ക് തെറ്റിപ്പോയി. പെർഫെക്റ്റ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റിനും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനും ടെൻസിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല, സബ്ജക്റ്റ് മാത്രം മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ ടെൻസിലേക്ക് പോവാം. സിമ്പിൾ ഫ്യൂച്ചർ. ഇപ്പോ ഏത് ഫ്യൂച്ചർ ടെൻസ് ഏതും ആയിക്കോട്ടെ. ഓക്കെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫ്യൂച്ചർ ടെൻസ് ഏതാണെങ്കിലും വിൽ ഉണ്ടാകും അല്ലെ. മെയിൻ അതില് വില്ലാണല്ലോ ഫ്യൂച്ചറില്. അത്രയും മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ എഴുതിയും കുഴപ്പമൊന്നുമില്ല. അപ്പോ വില്ല് കണ്ടാല് വിൽ എന്തായിട്ട് മാറും? ഗുഡ് ആയിട്ട് മാറും എന്ന് മനസ്സിലാക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഫ്യൂച്ചർ ടെൻസ് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഫ്യൂച്ചർ ടെൻസ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. വില്ല് ഗുഡ് ആയിട്ട് മാറുന്നു. സബ്ജക്റ്റ് ഐ എന്താകും? ഹി ഓർ ഷീ ഒക്കെ ആകും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ക്ലിയർ ആണോ? ഇപ്പൊ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് എന്നാണ് വരുന്നതെങ്കിൽ അത് സെയിം ആ ടെൻസ് തന്നെയായിരിക്കും വരാം. അവിടെ ടെൻസിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല. അവിടെ മാറ്റം വരുന്നത് സബ്ജക്റ്റിനും വില്ലിനും ആയിരിക്കും. അപ്പൊ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പോ ഹി വുഡ് ഹാവ് ഫിനിഷ്ഡ് എന്ന് വരും. ഹി വുഡ് ഹാവ് എന്ന് വരും കേട്ടോ. ഇപ്പൊ ഐ വിൽ ഹാവ് ബീൻ ലിവിംഗ് ആണെങ്കിൽ ഹി വുഡ് ഹാവ് ബീൻ ലിവിംഗ്. സബ്ജക്റ്റും വില്ലും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, അല്ലാതെ ടെൻസിനൊന്നും മാറ്റം വരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ് മാം. അങ്ങനെ എഴുതി വെച്ചാ പോരെ? വില്ല് മീൻസ് ഫ്യൂച്ചറിന്റെതെല്ലാം വില്ല് വരുമ്പോ വുഡ് ആവും, അത്ര എഴുതിയാ പോരെ? സബ്ജക്റ്റ് മാറും. അത് മതി, നമ്മുടെ ടെക്സ്റ്റിലുണ്ട് അത്. ആ ടേബിൾ നോക്കുവാലും അറിയാൻ പറ്റും എന്തൊക്കെ ഇങ്ങോട്ടേക്കാണ് മാറാം. വില്ല് വുഡ് ആകും. ഇതുകൊണ്ടൊക്കെ ആദ്യം കണ്ടോ? വിൽ പ്ലേ, വിൽ പ്ലേ, വിൽ ബി പ്ലേയിങ്, വിൽ ബി പ്ലേഡ്. കണ്ടോ? അങ്ങനെയൊക്കെയാ വരാം. വിൽ ബി പ്ലേയിങ് പ്ലേഡ് അല്ല, അങ്ങനെ തന്നെയായിരിക്കും വരാം കേട്ടോ. പിന്നെ എന്താണ്?
അത്രയേ ഉള്ളൂ കേട്ടോ. വില്ല് അങ്ങനെയാണ് മെയിൻലി ക്വസ്റ്റ്യൻ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ വില്ല് മാത്രമായിരിക്കും. ഫ്യൂച്ചറിൽ വേറെ ടെൻസിലൊക്കെ ഒന്നും അദ്ദേഹം പോവാറില്ല. അപ്പോ സബ്ജക്റ്റും വില്ലും മാത്രം നോക്കാം. അത്രയേ ഉള്ളൂ. വില്ല് വുഡ് ആകും. ക്യാൻ എന്താകും? ക്യാൻ ഷാൽ എന്താകും? ഷാൽ ഷുഡ് തന്നെയാണ്. ഉറപ്പാണോ? പറയും ഉറപ്പാണോ? വില്ലും ഷാലും സെയിം അല്ലേ? അല്ലേ? ആണോ? വുഡ് തന്നെയാണ് കേട്ടോ. ഷാല് വുഡ് ആണോ? അതെ അതെ. ഷുഡ് എവിടെ വരിക? ഷുഡ് തന്നെയാണ്, മാറ്റം പറ്റില്ല. ഓക്കെ. അപ്പൊ ക്യാൻ ഗുഡ്, വിൽ ഗുഡ്, അത്രയൊക്കെയാണ്. ഞാനില്ല ഒരു കാര്യം പറയട്ടെ മാം. ഞാന് ഇത് ഒരു 6ാം ക്ലാസ്സിലെ കുട്ടിക്ക് ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും. അപ്പം അവക്ക് ഞാൻ എനിക്ക് ഏതൊക്കെയോ രീതിയിലാ പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് കറക്റ്റ്. ഞാൻ ആലോചിച്ചിട്ട് ഞാൻ എന്തൊക്കെ പൊട്ടത്തരാ പറഞ്ഞു കൊടുത്തേന്ന് എനിക്ക് തോന്നുന്നു. കുട്ടി എന്തൊക്കെയോ മനസ്സിലായി പോയിക്കല്ലേ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ചെയ്യാം കേട്ടോ. ആൻസർ ഇപ്പൊ എഴുതണ്ട, ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി വെക്കും. ഓക്കെ, ഇവിടെ he said I play football. He said I play football. ഇവിടെ എല്ലാരും he said തന്നെയാണ് കേട്ടോ. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാം നിങ്ങൾ he said തന്നെ എഴുതിയാൽ മതി. ഓക്കെ, മെയിൽ തന്നെയാണ് he said. Then അടുത്തത് I'm cutting a tree. He said I'm cutting a tree. He said I have eaten food. He said I have eaten food. He said I drove the car. He said I was coming. He said I have come. He said I will go to the gym. He said I would help you. He said I can carry bags. He said I could help. He said I should read a book. Yeah. Okay, clear ആണോ?
അടുത്ത എഴുതാം. She said she doesn't like tea. She said she doesn't like tea. She said they were playing outside. She said they were playing outside. He said she writes poem. He said I have completed the project. He said I have completed the project. Okay. പറയാം നമുക്ക്. First, he said I played football. എല്ലാവരും എഴുതിയോ? ആൻസർ എഴുതൂ നിങ്ങള്. സമയം ഉണ്ടാവുന്നറിയില്ല. എഴുതുന്നുണ്ടോ? Yes, ma'am. ഇതോ എഴുതുന്നുണ്ട്. ആൻസർ എഴുതിയ ശേഷം നമുക്ക് ആൻസർ പറയാം. ഓക്കെ. ഫ്യൂച്ചർ ടെൻസ് മാറ്റാൻ വേണ്ടിയല്ലേ? എന്തോ? ഫ്യൂച്ചർ ടെൻസിലേക്ക് മാറ്റാൻ വേണ്ടിയല്ലേ? ആ ഇന്ത്യ സ്പീച്ചിലേക്ക് മാറ്റാം. ഓക്കെ ഓക്കെ. കഴിയുമ്പോ പറയണോട്ടോ.
ഓക്കെ, കഴിഞ്ഞോ? നോക്കാം നമുക്ക്. ടൈം പോട്ടോ, നോക്കാം. ഫസ്റ്റ് he said I play football. പറയൂ. He said that He said that he he played played football. Yeah, he said that he played football. He played football. Then he said I'm cutting a tree. He said that he was cutting a tree. Yeah, he said that he was cutting a tree. He said I have eaten food. He said that he had eaten food. Yeah, he said that he had eaten food. He said I drove the car. He said that he had driven the car. driven the car. He said that he Had he said that he had driven the car. Okay, and he said I was coming. he said that he had been coming. Yeah, he said that he had been coming. He said I have come. No doubt on the mistake. He said that he He have said came that on he had come on. have came. ആണോ? ഉറപ്പാണോ? He had അല്ല been. doubt എന്ന് പറയുന്നത്. കമ്മിന്റെ V1 V2 V3 പറഞ്ഞേ കേക്കട്ടെ. Come, came, come. Come. Come ആണ് കേട്ടോ, മാറിപ്പോയത്. He said that he had come. ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ, നിങ്ങള് ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ മിസ്റ്റേക്ക് ആണ്, മാർക്ക് വളരെ പോകും, അറിയാലോ. കം ആണ്. അതിന്റെ ആൻസർ ഒന്ന് പറയാമോ? He said that he had come അല്ലേ? Had come. He had come. He said I will go to the gym. He said that he would go to the He would ആണ്. He said that he would go to the gym. He would. He said I would help you. He said that he would help me. ഇല്ല യു തന്നെ വരുമല്ലേ? ഓക്കെ യു. തന്നെയാണ്. ഇവിടെ ഒരു മാറ്റവും ഇല്ല, അവിടെ ഹി മാത്രം ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാട്ടോ. കൺഫ്യൂസിങ് കണ്ട് എന്ത് എളുപ്പമാണെന്ന് നോക്കി, പക്ഷെ നിങ്ങൾ ഒരുപാട് ആലോചിക്കും, ഇപ്പൊ തെറ്റിപ്പോ. ഇതാണ് സംഭവം. അപ്പോ he said I would help you എന്ന് പറയുമ്പോൾ he said he would help you, അത്രേ ഉള്ളൂ. ഹി ആണ് വരാ. Then he said I can carry bags. He said that he could carry back. Yeah, he could carry bags. I could help. He could help me. He could help. Miss, I should read a book. Miss, He should read a book. hello. എന്താ പറയൂ. I would help you എന്നുള്ളത് he would help me എന്നാണ് പറയേണ്ടത്. ഇല്ല യു തന്നെയാണ് കേട്ടോ, യു തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഓക്കെ മിസ്. Then I should read a book. എന്ത് വരും? He should read a book. Yeah, he should. അത്രേ ഉള്ളൂ. He should. He said she doesn't like tea. She said she doesn't like tea. She said that she didn't like tea. Yeah, didn't രണ്ട് മാറും. She said she didn't like tea. She said they were playing outside. She said that they had been playing outside. എന്തായിരിക്കും വരാം? They was playing outside. They had been playing outside. ഞാനത് ചുമ്മാ ചോദിച്ച അപ്പം മാറ്റി പറയാണ്. കൊള്ളാം. She said they had been playing outside. തന്നെയാണ് കേട്ടോ കറക്റ്റ്. They had been. They had been. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണത്.
Past continuous, present perfect, sorry, past perfect continuously മാറും. Okay. So they had been playing outside. He said she writes poem. He said that she wrote poem. She said that she wrote poem. He said I had completed the project. He said that he had completed the project. She said that he had completed the project. That's all. Okay. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എക്സ്പ്ലനേഷൻ പറയാൻ റെഡി ആയിട്ട് വരാം. അത് മാത്രമല്ല ഞാൻ കുറച്ച് അത്യാവശ്യം എല്ലാ ടോപ്പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതോടുകൂടി നമ്മുടെ ഡയറക്ട് സ്പീച്ച് ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. ഇപ്പോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയുണ്ട്? ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും വരാം. ടെൻസ് പഠിച്ചാല് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതുവരെയും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ ക്ലിയർ ആയി ആണോ? ഇങ്ങനെ എക്സാമ്പിൾ വരുമ്പോ ക്ലിയർ ആവുന്നുണ്ട്. ടേബിൾ പഠിപ്പിച്ചപ്പോ കുറച്ചുകൂടെ ക്ലിയർ ആയി. അത് തന്നെയാണ് ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കേട്ടോ. ഓക്കെ. ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്. ലാസ്റ്റ് പറഞ്ഞതിന്റെ ആൻസർ ഒന്ന് പറയോ? He had completed the project. He said that he had completed the project. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ത്? He said that she wrote a poem. ഓക്കേടാ. ഓക്കെ. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ഇത്രയൊക്കെയുള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എക്സ്പ്ലനേഷൻ പ്രിപ്പയർ ചെയ്ത് വരാം, പ്രസന്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ. മാം ഇത് ഈ ക്വസ്റ്റ്യനും ഇമ്പറേറ്റീവ്സും ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ ടെൻസ് ചേഞ്ച് ഇതുപോലെ തന്നെയാണ്. ചേഞ്ചസ് ഇതൊക്കെ തന്നെയാണ്. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ. അത് ഞാൻ തരുന്ന PDF ഉണ്ടല്ലോ, അപ്പൊ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഞാൻ ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യും. അത് തന്നെ നോക്കി പഠിക്കാം. എക്സാമിന് ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കും വരാം. ഓക്കെ. ഓക്കെ ഓക്കെ. ഇനി സൈൻ ഔട്ട് പറയാൻ നമുക്ക് അതിന്റെ ചെയ്താലോ? ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി. നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യാം. കാരണം ക്ലാസ്സിന് എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. ചാപ്റ്റേഴ്സ് ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോ ഡയറക്ട് സ്പീച്ച് ഞാൻ പറഞ്ഞ ടോപ്പിക് മാത്രം അതിനോട് കഴിഞ്ഞു. പാർട്ടിസിപ്പിൾ ഞാൻ പറഞ്ഞു തന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഫ്രേസൽ വെർബ് ഇമ്പോർട്ടന്റ് ആയത് ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ടാഗ് എടുത്താണ്. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ചാപ്റ്റേഴ്സ് ഒന്നും എടുക്കാനായിട്ട് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിംഗ് ഒക്കെ അറിയാം. അത് പുറത്ത് നല്ല ക്വസ്റ്റ്യൻ വരാം. സോ എല്ലാ സ്പെല്ലിങ്ങും പഠിച്ചു വെക്കാം. ഓക്കെ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ചോദിക്കാം. ഓക്കെ. ഓക്കെ ആണ്. അപ്പോ സൈൻ ഔട്ട് പറയാം കേട്ടോ. സൈൻ ഔട്ട് ആയില്ല? സൈൻ ഔട്ട് ഇല്ലല്ലോ? ഇല്ലെന്നല്ലേ പറയുന്നേ? എന്ത് സൈൻ ഔട്ട് ആരെങ്കിലും പറയുമെന്ന് ചോദിക്കുന്നത്? ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഞാൻ തന്നെ സൈൻ ഔട്ട് ചെയ്യട്ടെ? ഇല്ല മാം, ഞാൻ പറയാം. Life is like riding a bicycle. To keep your balance, you must keep moving. Albert Einstein. Thank you, ma'am. Thank you so much for your wonderful class.
ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ക്ലാസ് എടുത്തത് ക്ഷമിച്ചു കേട്ടതിന് താങ്ക്സ്. ജ്യോതി വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആ അടിപൊളിയായിരുന്നു. മാമിന് മാത്രം മിസ് ചെയ്തു മാം. ഞാൻ ആതിര മാമിനോട് ചോദിച്ചിരുന്നു എന്താണ് നമ്മുടെ ഞാൻ വരുന്നുണ്ട്. പിന്നെ ആരൊക്കെയാണ് വരുന്നുണ്ടോ? ഞാൻ വന്നതാണ് മാം. ഇനിയിപ്പോ വരാൻ പറ്റുമോ? ഇനി വരാം, വേണമെങ്കിൽ വരാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെന്താണ്? ഉമായുടെ വീട് എവിടെയാണ്? സ്ഥലം എവിടെയാണ്? പറൂര്. പറൂര്. ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നി അതൊരു പ്രസീതയും അടുത്താണല്ലോ. തൃശ്ശൂരാണ് പ്രസി. ഓക്കെ, അപ്പൊ ഉമയാണ് അടുത്തെന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇവ അടുത്താണ്, ഇവിടെ അടുത്താണ്. ഇപ്പൊ വന്നപ്പോഴാണ് ഞാനൊക്കെ അറിയുന്നത്. ഓക്കെ, അപ്പോ എല്ലാരും വരൂ കേട്ടോ. 23rd വരൂ. എന്നെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ കേട്ടോ. മാം എല്ലാവരും വരാന്ന് പറയും, പക്ഷെ മാം മാത്രം ഉണ്ടാവില്ല അവിടെ. കോൺവെക്കേഷൻ ഉണ്ടാവില്ല എല്ലാവരും. ഓക്കെ, പ്രാക്ടിക്കൽ ഇംഗ്ലീഷിന് ആവശ്യമില്ലെന്നേ. പിന്നെ ചുമ്മാ നിങ്ങൾ കാണാൻ വേണ്ടി വരേണ്ടി വരും. നോക്കട്ടെ, ഞാൻ പറ്റിയാ വരാം. വന്ന് ചുമ്മാ വന്ന് പോവാം. ഞങ്ങളെ മാത്രം കാണാൻ വന്നില്ലല്ലോ മാം. അയ്യോ, അത് ആതിര മിസ് ഒക്കെ വന്നത് അതിനുവേണ്ടി വന്നല്ല കേട്ടോ. അവര് വേറെന്തോ കാര്യത്തിന് വേണ്ടി പോയതാണ് ഇവിടെ. അതെ പറഞ്ഞു. എന്തോ ഒരു തിരക്ക്, എന്തോ ഒരു വർക്ക് ഉണ്ട് പറഞ്ഞിട്ട് വന്നിട്ട് ഇതില് കേറിയതാണെന്ന് പറഞ്ഞു മാം. ഞാനും കൂടെ വന്നാനായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നമുക്കിനി കാണാലോ. കോൺവെക്കേഷൻ എല്ലാരും വരും. കോൺവെക്കേഷൻ ഉണ്ടാവുമല്ലോ. നെക്സ്റ്റ് മേ ബി സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ആയിരിക്കും കോൺവെക്കേഷൻ വരാം. ഓക്കെ, അപ്പോ അത്രയൊക്കെ ഉള്ളൂ. മൈൻഡ് അപ്പ് ചെയ്യാട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.